നമ്മളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ്. വാട്സപ്പിൽ പുതുതായിട്ട് ഇപ്പോൾ നല്ല നല്ല ഫീച്ചറുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽപ്പെട്ട കുറച്ച് ഫീച്ചറുകളും അതുപോലെ തന്നെ ടിപ്സുകളും ട്രിക്സുകളും നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെട്ടാലോ? നമുക്ക് വാട്സപ്പ് ഒന്ന് തുറന്നു നോക്കാം. വാട്സപ്പിൽ നമുക്ക് ഒരാൾ ഒരു ഫോട്ടോ അയച്ചു തന്നു കഴിഞ്ഞാൽ ആ ഫോട്ടോസിൽ എന്തെങ്കിലും ക്യാപ്ഷനോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ടെക്സ്റ്റോ ഇതുപോലെ അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഫോട്ടോസിൻ്റെ കൂടെ എനിക്കൊരു ടെക്സ്റ്റ് കൂടി മലയാളത്തിൽ അദ്ദേഹം അയച്ചു തന്നിട്ടുണ്ട്. ഇത് മറ്റൊരാൾക്ക് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫോട്ടോ മാത്രമായിരിക്കും ഷെയർ ആകുക. ടെക്സ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആവും. എന്നാൽ നമുക്ക് എത്ര ടെക്സ്റ്റ് അയച്ചു കഴിഞ്ഞാൽ ഫോട്ടോസിൻ്റെ കൂടെ നമുക്കൊരു ടെക്സ്റ്റ് ഇതുപോലെ അല്ലെങ്കിൽ ഒരു ക്യാപ്ഷൻ ഇതുപോലെ നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ നമ്മൾ ആർക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാലും ഈ ഫോട്ടോസിൻ്റെ കൂടെ തന്നെ ആ ക്യാപ്ഷൻ അല്ലെങ്കിൽ ആ ടെക്സ്റ്റും കൂടി ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ വാട്സപ്പിൽ പുതുതായിട്ടുള്ള ഒരു അപ്ഡേറ്റിൽ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാണ്. ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഒരാൾ സെലക്ട് ചെയ്തു. ഞാൻ അദ്ദേഹത്തിന് അത് അയച്ചു കൊടുത്തു. അദ്ദേഹത്തിന് അത് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഞാൻ ആ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആ ക്യാപ്ഷനോട് കൂടി ആ ടെക്സ്റ്റോട് കൂടി ഇവിടെ ഫോട്ടോ വന്നിട്ടുണ്ട്. ഞാനത് റിസീവ് ചെയ്യുകയാണ്. ഇതുപോലെ നമുക്ക് ആർക്ക് വേണമെങ്കിലും നമുക്ക് വന്ന ഫോട്ടോസിൻ്റെ കൂടെ ടെക്സ്റ്റുകൾ ഉണ്ടെങ്കിൽ പുതുതായിട്ട് ടെക്സ്റ്റ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതോട് ചേർത്ത് തന്നെ നമുക്കിവിടെ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സെൻഡ് ആകുന്ന ഒരു ഓപ്ഷൻ വാട്സപ്പിൻ്റെ പുതിയ അപ്ഡേറ്റിൽ വന്നിട്ടുണ്ട്. നിങ്ങളുടെ വാട്സപ്പ് തുറന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് നിങ്ങളൊന്ന് പ്ലേ സ്റ്റോറിൽ പോയിട്ട് അപ്ഡേറ്റ് ചെയ്യുക. ഇനി അടുത്ത ഫീച്ചർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇനി അടുത്ത ട്രിക്ക് നമുക്കൊന്ന് നോക്കാം. അതായത് വാട്സപ്പിൽ നമുക്ക് ഒരുപാട് മെസ്സേജുകൾ നമുക്ക് വരാറുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു കോൺടാക്റ്റ് എടുത്തിട്ട് അതിൽ ക്ലിയർ ചാറ്റ് അടിക്കുമ്പോൾ എല്ലാ മെസ്സേജുകളും അതിൽ നിന്ന് നഷ്ടപ്പെടും. എന്നാൽ ചില മെസ്സേജുകൾ മാത്രം നിലനിർത്തിയിട്ട് നമുക്ക് ക്ലിയർ ചാറ്റ് അടിക്കാനുള്ള ഓപ്ഷൻ വാട്സപ്പിൽ ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് വാട്സപ്പിൽ ഞാനൊരു കോൺടാക്റ്റ് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഞാൻ ക്ലിയർ ചാറ്റ് അടിക്കാൻ പോവാണ്. ഇപ്പോൾ എനിക്ക് ഈ താഴെ കാണുന്ന ഈ 2 മെസ്സേജുകൾ എനിക്ക് വേണം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ആ മെസ്സേജ് സെലക്ട് ആയതിന് ശേഷം ഇവിടെ സ്റ്റാറിൻ്റെ ഒരു ചിഹ്നം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ആ മെസ്സേജ് സ്റ്റാർഡ് ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ക്ലിയർ ചാറ്റ് അടിക്കുകയാണ്. മോർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ക്ലിയർ ചാറ്റ് കൊടുക്കുകയാണ്. ക്ലിയർ ചാറ്റ് കൊടുക്കുമ്പോൾ തന്നെ ഇവിടെ ചോദിക്കുന്നുണ്ട്, സ്റ്റാർ ചെയ്ത ആ ഒരു മെസ്സേജും കൂടി നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണോ? ആ ഭാഗത്ത് ടിക്ക് മാർക്ക് കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റാർ ചെയ്ത ആ മെസ്സേജിന് കൂടി ഡിലീറ്റ് ആവും. ഞാനിപ്പോൾ അത് ഒഴിവാക്കിയിട്ട് ഇവിടെ ക്ലിയർ ചാറ്റ് കൊടുക്കുകയാണ്. ഇപ്പോൾ ക്ലിയർ ചാറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഞാൻ സെലക്ട് ചെയ്ത ആ സ്റ്റാർ ചെയ്ത ആ 2 മെസ്സേജും ഇവിടെ ഉണ്ട്. ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള മെസ്സേജുകൾ നിലനിർത്തിയിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, ക്ലിയർ ചാറ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ വാട്സപ്പിൽ ഉണ്ട്. ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇനി ഈ മെസ്സേജ് ആ കോൺടാക്റ്റിലകത്ത് പോകാതെ തന്നെ നമുക്കിവിടെ വാട്സപ്പിൻ്റെ 3 ഡോട്ട്സിൽ, അതായത് മുകളിൽ വലതുവശത്ത് കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാർഡ് മെസ്സേജ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ സ്റ്റാർ ചെയ്ത് വെച്ച അല്ലെങ്കിൽ സ്റ്റാർഡ് ചെയ്ത് വെച്ച മെസ്സേജുകൾ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷനിലൂടെയും നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. നേരത്തെ പറഞ്ഞ സെയിം ഓപ്ഷൻ തന്നെ ഇവിടെ എബോട്ട് എന്ന ഭാഗത്തും അതുപോലെ തന്നെ തൊട്ട് താഴെ കാണുന്ന സ്റ്റാറ്റസ് എന്ന ഭാഗത്തും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ഇനി കുറച്ച് താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗ്രൂപ്പ്സ് എന്നൊരു ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഗ്രൂപ്പ്സിലും നമുക്ക് ഇപ്പോൾ എവരി വൺ ആണ് ഇതിൽ കാണുന്നത്. എവരി വൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നമ്പർ, നമ്മുടെ ഈ കോൺടാക്റ്റ് ആർക്ക് വേണമെങ്കിലും ഏത് ഗ്രൂപ്പിൽ വേണമെങ്കിലും ആഡ് ചെയ്യാനുള്ള അനുമതിയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിൽ നിന്നും നമ്മൾ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ കോൺടാക്റ്റ് ലിസ്റ്റിലുള്ളവർക്ക് മാത്രം ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കിവിടെ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തവർക്ക് മാത്രമേ നമ്മളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാനുള്ള അനുമതി കൊടുക്കേണ്ടൂ. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ 3ാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കാവുന്നതാണ്. വാട്സപ്പിൽ തന്നെ ഇനിയും ഒരുപാട് നല്ല നല്ല ഫീച്ചറുകൾ നിങ്ങളെ പരിചയപ്പെടുത്താനുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ടിപ്സുകളും ട്രിക്സുകളും ഒരുപാട് വാട്സപ്പിൽ ഇനിയും പരിചയപ്പെടുത്താനുണ്ട്. വീഡിയോയുടെ ലെങ്ത്ത് കൂടും എന്നതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ ഫീച്ചറുകളും കൂടുതൽ ടിപ്സുകളും ട്രിക്സുകളും പരിചയപ്പെടാം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബായ്.